ഒരുപാട് തിയറീസ് ഉണ്ട് IVCയുടെ ഡിക്ലൈൻ എന്തുകൊണ്ട് സംഭവിച്ചു, ഇങ്ങനെ ഉണ്ടാവാം അങ്ങനെ ഉണ്ടാവാം, പല പല തിയറീസ് ഉണ്ട്. അത് ഓരോ തിയറീസും നമ്മൾ വായിച്ചു നോക്കണം, പഠിച്ചു നോക്കണം. എന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു എഫക്റ്റ് ആണ് IVCയുടെ ഡിക്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൺ ഓഫ് ദ തിയറി എന്ന് പറയുന്നത് ഇൻവേഷൻ ഓഫ് ആര്യൻസ് ആണ്. പണ്ട് കാലഘട്ടത്തിൽ വേറെയൊക്കെ എവിഡൻസുകൾ കണ്ടെത്തുന്നതിന് മുൻപ് നമ്മൾ ആദ്യം കണ്ടെത്തിയ ഒരു തിയറി, ദ ഡിക്ലൈൻ ഓഫ് IVCക്ക് ആദ്യമായിട്ട് ബ്രിട്ടീഷർ മുന്നോട്ട് വെച്ചൊരു തിയറിയാണ് ദി ഇൻവേഷൻ ഓഫ് ആര്യൻസ് എന്ന് പറയുന്നത്. ആര്യൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ഏകദേശം ഒരു 1800-900 BC വന്നിട്ടുണ്ടാവണം. അവർ വന്നിട്ട് ഇവിടുത്തെ സിവിലൈസേഷനിലെ ആൾക്കാരെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഒരു തിയറി പറയുന്നുണ്ട്. ഈ തിയറി ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഒരു ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആണ്. ഹിസ് നെയിം ഈസ് മോർട്ടിമർ വീലർ. മോർട്ടിമർ വീലർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് മുന്നോട്ട് വെച്ചൊരു തിയറിയാണ് ദ ഇൻവേഷൻ ഓഫ് ആര്യൻ തിയറി. ഈ ആര്യൻസ് എവിടെ നിന്ന് വന്നു എന്നുള്ളതും ഒരുപാട് കോൺട്രവേഴ്സി ആണ് കേട്ടോ, ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് സംഭവമാണ്. പല തിയറീസ് അവിടെയും ഉണ്ട്. പക്ഷെ ദ മോസ്റ്റ് അക്സെപ്റ്റബിൾ തിയറി ആയിട്ട് പറയുന്നത് നമ്മുടെ ഇന്നത്തെ സെൻട്രൽ ഏഷ്യ ഭാഗത്ത് നിന്ന്, എസ്പെഷ്യലി ഈ സ്റ്റെപ്പീസ്, റഷ്യൻ സ്റ്റെപ്പീസിൻ്റെ ഒക്കെ താഴെ കാസ്പിയൻ സീയുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ആര്യൻസ്. ഓക്കെ, ആര്യൻസ് ശരിക്കും സെൻട്രൽ ഏഷ്യ ഭാഗത്തുള്ളവരായിരുന്നു. അത് പിൽക്കാലത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റായി, ഒരു ബ്രാഞ്ച് വെസ്റ്റിലോട്ടും ഒരു ബ്രാഞ്ച് ഈസ്റ്റിലോട്ടും പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റിലോട്ട് വന്നിട്ടുള്ള ആര്യൻസ് ഇന്ത്യയിലേക്ക് കടക്കുകയും ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് ഓക്കുപ്പൈ ചെയ്യുകയും അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇൻവേഷൻ നടത്തി, അറ്റാക്ക് നടത്തി അവരെ റീപ്ലേസ് ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. ഇതാണ് മോർട്ടിമർ വീലറിന്റെ തിയറി. പുള്ളി ഇൻവേഷൻ എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഗ്രാജുവൽ മൈഗ്രേഷൻ ഓഫ് ആര്യൻസ് എന്നല്ല പറയുന്നത്. അറ്റാക്ക് ചെയ്തു എന്ന് തന്നെയാണ് മോർട്ടിമർ വീലർ പറഞ്ഞത്. അപ്പോൾ ഒരു അറ്റാക്ക് നടക്കണമെങ്കിൽ സാധാരണ കേസിൽ ഒരുപാട് പേര് മരിച്ചു വീഴണം, അല്ലേ? ചിലപ്പോൾ IVC ജനങ്ങൾ തന്നെ മരിച്ചു വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആര്യൻസിന്റെ കൂട്ടത്തിൽ നിന്നും ആരെങ്കിലുമൊക്കെ മരിച്ചു വീണിട്ടുണ്ടാവണം. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവണം. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള സ്കെൽട്ടൽ സാമ്പിൾസ് ഒക്കെ നമ്മൾ DNA അനാലിസിസ് ചെയ്ത സമയത്ത് അത്തരത്തിലൊരു അറ്റാക്കിന്റെ എവിഡൻസ് അധികം കിട്ടിയിട്ടില്ല. ഒരു യുദ്ധം നടന്നുവെന്നോ അല്ലെങ്കിൽ ഒരു ഇൻവേഷൻ നടന്നതായിട്ടുള്ള എവിഡൻസുകൾ അധികം ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തിയറി ഇന്നും പലരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. തുടക്കത്തിൽ വന്ന തിയറിയാണ്, ഒരു 1960s കാലഘട്ടങ്ങളൊക്കെ മുന്നോട്ട് വന്നൊരു തിയറിയാണ് ഈ ഒരു ആര്യൻ ഇൻവേഷൻ തിയറി. പക്ഷെ ഇന്ന് പലരും അത് തള്ളിക്കളയാണ്. അതിന് വേറൊരു റീസൺ കൂടിയുണ്ട്. ഈ ആര്യൻസ് വന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടം ഉണ്ടല്ലോ, അത് ശരിക്കും 1800 അല്ല എന്നാണ് പറയുന്നത്. ആര്യൻസ് വന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടം ഒരു 1600 BC ആണ്. പക്ഷേ ആര്യൻസ് വരുന്നതിന് മുൻപ് തന്നെ IVCയുടെ ഡിക്ലൈൻ ആരംഭിച്ചിരുന്നു. ഏകദേശം 1800 1900 BC മുതൽ തന്നെ IVC ഡിക്ലൈൻ ചെയ്ത് തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആര്യന്മാർ വന്ന കാലഘട്ടവും ഡിക്ലൈൻ ചെയ്ത കാലഘട്ടവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഏകദേശം 200-300 വർഷത്തിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതും ഈ തിയറിയെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ വാട്ട് ആർ ദ റീസൺസ് ഫോർ ദി ഡിക്ലൈൻ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി റീസൺ ആയിട്ട് പറയാറുണ്ട്. അത് എവിഡന്റ് ആണോ എന്നുള്ള കാര്യം അറിയില്ല. ഓക്കെ, പിന്നെ പറയുന്ന തിയറീസ് ആണ് ടെക്ടോണിക് ഡിസ്റ്റർബൻസസ്. നമ്മൾ പറഞ്ഞു ഭൂമികുലുക്കങ്ങൾ ഉണ്ടാവാം എന്ന് പറഞ്ഞില്ലേ. ടെക്ടോണിക് ഡിസ്റ്റർബൻസസ് കാരണം എർത്ത് ക്വിക്സ് ഉണ്ടായിരുന്നിരിക്കാം, സഡൻ ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നിരിക്കാം, നല്ലൊരു പോപ്പുലേഷൻ അങ്ങനെ പോയിട്ടുണ്ടാവണം. ഇനി അതല്ല, റെയിൻഫോളിന്റെ പാറ്റേണിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. റെയിൻഫോളിന്റെ പാറ്റേണിൽ ചേഞ്ച് വരുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫ്ലഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഡ്രോപ്പ് കണ്ടീഷൻ കയറി വരാം, അല്ലെ? മഴ കൂടുതൽ കിട്ടാം, മഴ കുറവ് കിട്ടാം. ഇൻഡസ് എന്ന് പറയുന്നത് പെരീനിയൽ റിവർ സിസ്റ്റമാണ്. മഴ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഫ്ലഡഡ് ആവും, ഫ്ലഡ് വന്ന് ആ സിറ്റി മൊത്തത്തിൽ മുങ്ങും. നമ്മൾ പറഞ്ഞു IVCക്കകത്ത് ഇവർ ഫോർട്ടുകൾ നിർമ്മിച്ചിരുന്നു, സിറ്റി വാളുകൾ നിർമ്മിച്ചിരുന്നു ഇൻ ഓർഡർ ടു ഗെറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം ഫ്ലഡ്സ്, അല്ല? അപ്പോൾ ഫ്ലഡ് ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫ്ലഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ അവിടെ നിന്ന് ഗ്രാജുവലി മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഡ്രോട്ട് കണ്ടീഷൻ ഉണ്ടായിരുന്നിരിക്കാം, ചില സാഹചര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ഡ്രോട്ട് കണ്ടീഷൻ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഇതും IVCയുടെ ഡിക്ലൈൻ ആയിട്ട് പറയപ്പെടുന്നുണ്ട്. പിന്നെ പറയുന്ന റിവർ കോഴ്സിലെ ഷിഫ്റ്റിംഗ്, അത് ഫ്ലഡിന്റെ കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിൽ പറയാം. നമുക്കറിയാം ഈ കേരളത്തിൽ ഫ്ലഡൊക്കെ വന്ന സമയത്ത് എസ്പെഷ്യലി പമ്പ നദി കവിഞ്ഞ് നദി വേറൊരു വഴിയിലൂടെ ഒക്കെ ഒഴുകി എന്നൊക്കെ പറയാറില്ലായിരുന്നോ? ദ റിവർ കോഴ്സിൽ ഷിഫ്റ്റ് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ശരിക്കും ഒറിജിനൽ കോഴ്സിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് സിറ്റി സൈഡിലേക്ക് മാറിയിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരുപാട് തിയറീസ് ഉണ്ട്. പിന്നെ പറയുന്നൊരു തിയറിയാണ് ദ ഫോൾ ഓഫ് മെസപ്പൊട്ടോമിയ. ശ്രദ്ധിക്കണം, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇറാന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ ഏഷ്യ ഭാഗത്തായിട്ട് പണ്ടുണ്ടായിരുന്നു. ഈ
ടൈഗ്രസ്, യൂഫ്രട്ടസ് നദികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സിവിലൈസേഷൻ ആയിരുന്നു മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട് IVCയിലെ ജനങ്ങൾക്ക് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു, അല്ലെ? കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, എക്കണോമിക്കൽ റിലേഷൻസ് ഉണ്ടായിരുന്നു രണ്ട് സിവിലൈസേഷൻ തമ്മിൽ. ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഇല്ലാണ്ടായി തുടങ്ങുന്നത് ഒരു 2000 BCയിലാണെന്നാണ് വിശ്വാസം. ഒരു 2000 BCയിൽ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ തകർന്നു പോയെന്നാണ് പറയുന്നത്. അതിന്റെ തകർച്ചയ്ക്ക് പറയുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ ഫ്ലഡ് തന്നെയാണ്. കാരണം രണ്ട് നദിയുടെ ഇടയിലാണല്ലോ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ നിൽക്കുക. ഈ ടൈഗ്രസ് ആൻഡ് യൂഫ്രട്ടസ് നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും? ആ സിവിലൈസേഷനെ മുക്കും. അപ്പോൾ ഫ്ലഡ് കാരണം തകർന്നു പോയ ഒരു സിവിലൈസേഷൻ ആയിട്ടാണ് മെയിൻലി പ്രൈമറി റീസൺ ആയിട്ട് പറഞ്ഞ ഫ്ലഡാണ് 2000 BC. അപ്പോൾ മെസപ്പൊട്ടോമിയ തകർന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള ട്രേഡ് റിലേഷനും അഫക്റ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇൻഡസ് വാലിക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്ന സിവിലൈസേഷനാണ്. അപ്പോൾ അത് തകർന്നപ്പോൾ അത് IVCനെയും ബാധിച്ചു, എക്സ്റ്റേണൽ ട്രേഡിനെ ബാധിച്ചു. ട്രേഡ് ബാധിക്കപ്പെട്ടപ്പോൾ എക്കണോമി തകരാൻ തുടങ്ങി. എക്കണോമി തകരാൻ തുടങ്ങിയപ്പോൾ സിവിലൈസേഷനെ തകരാൻ തുടങ്ങി. അപ്പോൾ fall of Mesopotamia led to the economic decline in IVC, which ultimately led to the decline of IVC എന്നാ പറയുന്നത്. അതൊരു തിയറിയാണ്. പിന്നെ വേറെയും ഉണ്ട് കേട്ടോ, അസുഖങ്ങൾ വന്നിട്ടുണ്ടാവാം. നമ്മൾ കോവിഡ് പോലെ ഒരു ഡിസീസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടാവണം, അല്ലേ? അതും ഒരു കോണ്ടാക്സ് ആയിട്ട് പറയുന്നത് ഒരു പാൻഡമിക് വന്നിട്ടുണ്ടാവണം എന്നും പറയുന്നുണ്ട്. അതിൽ ഒരുപാട് തിയറീസ് ഉണ്ട് കേട്ടോ. അതിൽ വൺ ഓഫ് ദ തിയറി ആര്യൻ ഇൻവേഷൻ തിയറിയാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഈ ആര്യൻസിനെ കുറിച്ച് നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കുകളിൽ പഠിക്കും. നമുക്ക് വേദിക് പീരീഡ് ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ആര്യൻസിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഗോട്ട് ടു എൻഡ്. നോക്കുക, പ്രധാനപ്പെട്ട നെച്ചർ ഫേസിലുള്ള സിവിലൈസേഷൻസ് എല്ലാം തകർന്നു പോയി. ഹാരപ്പ, മോഹൻജദാരോ, ലോത്താൽ, ധോളാവീര. പക്ഷെ ശ്രദ്ധിക്കണം, തകർന്നു പോയെങ്കിലും ലേറ്റർ ഫേസിൽ ചില സൈറ്റുകൾ ആ സമയത്ത് പുതുതായിട്ട് കയറി വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നും വലിയ പ്രോമിനൻസ് ഇല്ല. ഒരു IVC സൈറ്റ്, നേരത്തെ ഉണ്ടാകുന്ന സൈറ്റിന് അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അലംഗീർപൂർ എന്ന സ്ഥലമുണ്ട് UPയിൽ. അലംഗീർപൂർ ഒരു IVC സൈറ്റാണ്. ഓക്കെ, അതുപോലെ വേണമെങ്കിൽ നമുക്ക് ദൈമാബാദ് എന്ന സ്ഥലമുണ്ട് മഹാരാഷ്ട്രയിൽ. പിന്നെ വേറൊരു സ്ഥലമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, സിനൗളി എന്നാണ് ആ സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. സിനൗളി, സാദിക്പൂർ സിനൗളി എന്ന് പറയും. ഇത് ഇന്നത്തെ UP ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന സൈറ്റാണ് സിനൗളി, സാദിക്പൂർ സിനൗളി. ഇത് പണ്ട് മുതലേ വളരെ ഫേമസ് ആയിട്ടൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ഈ മാപ്പിൽ കാണിക്കുന്ന കേട്ടോ അല്ല കേട്ടോ, മാപ്പിൽ കാണിച്ചിരുന്ന IVCയുടെ സംഭവമാണ്. ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഒരു സിനൗളി എന്നൊരു സൈറ്റ് ഉണ്ട് UPയിൽ. ഇത് ലേറ്റർ IVC കാലഘട്ടങ്ങൾ, ലേറ്റർ ഫേസിൽ ഡെവലപ്പായി വന്ന സൈറ്റാണ്. ഏകദേശം ഒരു 2000 ഒരു 1800 BC കാലഘട്ടത്തിൽ എപ്പോഴോ വന്നതാണ്. ഇത് ലേറ്റർ ഫേസ് ഓഫ് IVC ആണെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചില ചാരിറ്റിന്റെ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. ചാരിറ്റ്സ്, രഥങ്ങളുണ്ടല്ലോ, അതും ഹോഴ്സ്, കുതിരകൾ ഓട്ടിക്കുന്നതോ അല്ലെങ്കിൽ ബുള്ളക്ക് കാർട്സ് പോലത്തെ രഥങ്ങളുടെ സ്ട്രക്ചർ ലഭിച്ചിട്ടുണ്ട്. ഇത് പണ്ട് മുതലേ ഫേമസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം വേറൊന്നുമല്ല, ഈ മഹാഭാരത കഥകളിലൊക്കെ പറയുന്നത് കുരുക്ഷേത്ര ഭാഗത്തെ യുദ്ധം നടക്കുന്നതിന് മുമ്പ് കൃഷ്ണൻ ആദ്യം യുദ്ധം നടക്കാൻ തീരുമാനിച്ചത് സിനൗളിയിലാണെന്നാണ് പറയുന്നത്. സിനൗളിയിലായിരുന്നു ആദ്യം ചെറിയ രീതിയിൽ യുദ്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊക്കെ സിനൗളിയിലായിരുന്നു. പിന്നീടാണ് കുരുക്ഷേത്രയിലേക്ക് യുദ്ധം മാറ്റിയതെന്നും എന്നാണ് തിയറി. അപ്പോൾ അതുകൊണ്ട് യുദ്ധങ്ങളുടെ പല റിമെയിൻസും സിനൗളിയിൽ ലഭിക്കാം എന്ന് പറഞ്ഞിട്ടാണ് എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിട്ടിയ റിമെയിൻ ആണ് ചാരിറ്റ്സ്, രഥങ്ങളുടെ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. അതും യുദ്ധങ്ങൾക്ക് ഉപയോഗിക്കുന്ന രഥങ്ങളുടെ എവിഡൻസുകൾ ലഭിച്ചിട്ടുണ്ട്. നോക്കുക, ഇതും ഏകദേശം ഒരു 1800 അല്ലെങ്കിൽ ഒരു 2000 BC ആ കാലഘട്ടങ്ങളിൽ എപ്പോഴോ ഡെവലപ്പായി വന്നിട്ടുള്ള ഒരു സൈറ്റായിട്ടാണ് സിനൗളിയെ പറയുന്നത്. ലേറ്റർ ഫേസ് ആണ്. ഇതൊരു നെക്രോപോളിസ് കൂടിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഡെഡ് ബോഡീസ് നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ അടക്കം ചെയ്തിട്ടുള്ള ഒരു പ്രദേശമായിട്ടല്ലേ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇരിക്കുന്ന UPയിലാണെങ്കിലും IVCയുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, IVCയുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ് സിനൗളി സൈറ്റ്. കൾച്ചർ വൈസ് ആണെങ്കിലും ഇപ്പം ഡെഡ് ബോഡീസിന്റെ കേസ് പറഞ്ഞില്ലേ, എല്ലാവരും അടക്കം ചെയ്യുന്ന ഒരേ രീതിയിലാണ്. IVCയിൽ അടക്കം ചെയ്യുന്ന സെയിം രീതിയിൽ തന്നെയാണ് ഇവരെ അടക്കം ചെയ്യാം. കാൽപാദം മുറിക്കും. ഒരാൾ അടക്കം ചെയ്യുന്ന സമയത്ത് മരിക്കുമ്പോൾ കാൽപാദം മുറിച്ചിട്ട് അടക്കം ചെയ്യാം. അത് IVCയിലും അങ്ങനെ ആയിരുന്നു, സിനൗളിയിലും അങ്ങനെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്തിൽ ലേറ്റർ ഫേസിൽ ചില സൈറ്റുകൾ എമേർജ് ആയിട്ടുണ്ട്. ബട്ട് പഴയ കാലഘട്ടത്തിൽ സൈറ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്ര ഡെവലപ്ഡ് ആയിരുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡെവലപ്പായതും അത് തകർന്നടിഞ്ഞതും. ഓക്കെ, സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി
എന്ന് വിശ്വസിക്കുന്നു. IBC എന്ന ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏൻഷ്യൻ ഇന്ത്യയുടെ തുടക്കം തന്നെ ശരിക്കും വേണമെങ്കിൽ IBC എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറയും. ഏൻഷ്യൻ ഇന്ത്യയുടെ തുടക്കം. അതിനു മുമ്പ് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടങ്ങളൊക്കെ പഠിച്ചുവെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ IBC ആണ് ആദ്യത്തെ ചാപ്റ്ററായിട്ടൊക്കെ പറയാറുള്ളത്. ഓക്കെ, ഇപ്പോൾ വീട്ടിൽ ചെന്ന് വായിക്കുക, പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.